വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. നമ്മൾ ഈ വേൾഡ് കപ്പിന്റെ ജയത്തിനെതിരെയും പറയുന്ന പോലെ കുഡൂസും നോണി മാഡുവൊക്കെയും അവരുടെ പ്രസംഗത്തിനെതിരെയും കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും നമ്മൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. നമുക്ക് അതിനിടയ്ക്ക് UEFA ഫൈൻ അടിച്ചു തന്നു. അപ്പൊ എന്താണ് ഫൈൻ, എന്താണ് FFPയിൽ റെഗുലേഷൻസ്, എങ്ങനെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനി FFP നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്ലാൻ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കോമഡി അതല്ല, ഞാൻ ഓൾറെഡി FFPനെ കുറിച്ചിട്ട് ഒരു 12 മിനിറ്റത്തെ വീഡിയോ, ആ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഒരു 3 തവണ റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ മൊത്തത്തിൽ ഞാൻ അതിന്റെ മേലിൽ തന്നെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചു. അത് റിലീസ് ആക്കിയില്ല. അതിനു മുമ്പേ നമ്മുടെ FFP നമ്മുടെ മുഖത്തിട്ടടിച്ച് ഫൈൻ തന്നു. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ ഫൈൻ കിട്ടാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഫൈൻ കിട്ടിയതോടെ തന്നെ എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണത്. അപ്പോൾ ഹിയർ വി സ്റ്റാർട്ട്. ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഹിയർ വി ഗോ, അതുപോലെയൊക്കെ തന്നെ. അപ്പോ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UEFA നമുക്ക് തന്നിരിക്കുന്നത് 17.3 മില്യൺ പ്ലസ് 9.5 മില്യൺ, അതായത് ഏകദേശം 27.8 മില്യണോളം 27 മില്യൺ പൗണ്ടോളം ഫൈനും പിന്നെ 52 മില്യൺ പൗണ്ടോളം കണ്ടീഷണൽ ഫൈനും. കണ്ടീഷണൽ ഫൈൻ 52 മില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി വരാൻ പോകുന്ന 4 വർഷത്തെ കണ്ടീഷൻസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഫൈന് നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് കണ്ടീഷണൽ ഫൈൻ. നോ ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ റോമൻ അബ്രാമോവിച്ച് നിന്ന് മേടിച്ചത് 2022 നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഇയർ കാൽക്കുലേഷൻ നടത്തിയത് 23-24. അപ്പൊ കഴിഞ്ഞ 4 ഇയേഴ്സിന്റെ ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവർ നോക്കിയെന്നുള്ളതാണ് എന്റെ നിഗമനം. അപ്പൊ 2020 മുതൽ 2024 വരെ, അപ്പൊ ഇതിനിടയ്ക്ക് റോമൻ അബ്രാമോവിച്ചിന്റെ പീരീഡും ഉണ്ടായി, അതിന്റെ സെയിലും ഉണ്ടായി, മറ്റേതുണ്ടായി, മറിച്ചും ഉണ്ടായി. അപ്പോൾ ടോഡ് ബോൾ അല്ലെങ്കിൽ ടോഡ് ബോളിനെ വിടുക, നമ്മൾ ഇനി ക്ലിയർലി ക്യാപിറ്റൽ എന്ന് തന്നെ വേണം പറയാനായിട്ട്. ക്ലിയർലി ക്യാപിറ്റലിന്റെ പൂർണ്ണമായ സമയത്ത് ഉണ്ടായിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമല്ല റോമന്റെ സമയത്തുള്ളതും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചെൽസി ഫുള്ളി കോർപ്പറേറ്റീവ് ആയിരുന്നു UEFA ആയിട്ട്, കംപ്ലീറ്റ് ഡിസ്ക്ലോസ് ചെയ്തു. UEFA വാസ് അപ്രീഷിയേറ്റീവ് ഓഫ് ദാറ്റ് എഫേർട്ട് ബൈ ചെൽസി. പക്ഷെ എന്നാലും കിട്ടേണ്ട ഫൈൻ നമുക്ക് കിട്ടി UEFയുടെ വക. ചോദ്യം, എന്തുകൊണ്ട് പ്രീമിയർ ലീഗ് നമ്മളെ ഫൈൻ ചെയ്തില്ല? അപ്പൊ എന്താണ് ഈ ഫൈൻ നമുക്ക് നോക്കാം. നൗ പ്രീമിയർ ലീഗിൽ നമുക്ക് എന്തുകൊണ്ട് ഫൈൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീമിയർ ലീഗിൽ നമ്മുടെ ചില ബിനാമി ട്രാൻസാക്ഷൻസ് അപ്രൂവ്ഡ് ആണ്, ലീഗലാണ്. ഉദാഹരണത്തിൽ നമ്മുടെ വുമൻസ് ടീമിനെ നമ്മുടെ തന്നെ പാരന്റ് ക്ലബിന് നമ്മൾ വിറ്റു. നമ്മളൊരു ഉണ്ടായിരുന്ന ഹോട്ടല് നമ്മുടെ തന്നെ പാരന്റ് ക്ലബിനെ വിറ്റു. അതായത് നമ്മുടെ ഉണ്ടായിരുന്ന പൈസ നമ്മുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു, അച്ഛന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അതിന് നമ്മളൊരു മറ്റേ ഒരു പേര് വിട്ടു കൊടുത്തു. അപ്പൊ നമ്മുടെ ടാക്സിൽ നിന്ന് മൊത്തത്തിൽ നമ്മുടെ ടാക്സ് മാറി കിട്ടും. ആ സംഭവം തന്നെയാണ് ലീഗലി ഇവർ ചെയ്തത്. ഇത് ലീഗലി അപ്രൂവ്ഡ് ആണ് പ്രീമിയർ ലീഗ് നിയമപ്രകാരം. അപ്പൊ പ്രീമിയർ ലീഗിൽ നമ്മൾ FFP ക്വാളിഫൈ ചെയ്തെങ്കിൽ UEFA പറഞ്ഞു പോലെ ഈ ഉടായ്പൊന്നും ഇവിടെ നടക്കില്ല, നമുക്ക് സ്ട്രിക്റ്റർ റൂൾസ് ഉണ്ട്, ആ റൂൾസ് നിങ്ങൾ കംപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് 17.5 മില്യൺ ഞങ്ങൾ അടിച്ചു തന്നിരിക്കുന്നത്. പ്ലസ് 9.5 മില്യൺ, 17.3 മില്യൺ, 9.5 മില്യൺ നിങ്ങളുടെ സ്ക്വാഡ് കോസ്റ്റ് റേഷ്യോ, അതായത് നമ്മുടെ റവന്യൂവിന്റെ ഒരു 70% താഴെ ആയിരിക്കണം നമ്മുടെ സ്ക്വാഡ് കോസ്റ്റ്, അതായത് ഇൻക്ലൂഡിങ് പ്ലെയർ സെയിൽസ്, ഏജന്റ് ഫീസ്, മറ്റേത് മറിച്ചതൊക്കെ വെച്ച്. പക്ഷെ നമ്മൾ അത് ഏകദേശം 80-90% വരെ നമ്മുടെ കൊണ്ടുപോയത് കൊണ്ട് അവർ പറഞ്ഞു യു ഹാവ് ഓവർ സ്പെൻഡ്. അപ്പൊ അതിനൊരു 9.5 മില്യൺ പൗണ്ടിന്റെ ഫൈനും കിട്ടി. അപ്പൊ ഇപ്പൊ 52 മില്യൺ, അപ്പൊ ചുരുക്കം പറഞ്ഞ 27.5 മില്യൺ 19 ഏകദേശം അത്ര 27 മില്യണും നമുക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട്. പ്ലസ് 52 മില്യൺ ഇനി അടിച്ചു കിട്ടാനുണ്ട് അടുത്ത 4 വർഷത്തേക്ക് നമ്മൾ കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ അടുത്ത 4 വർഷത്തേക്ക് നമ്മൾ എങ്ങനെ കംപ്ലൈ ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ട്രാൻസാക്ഷൻസിൽ. നമുക്ക് റവന്യൂ ഉണ്ട്, നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ എക്സ്പെൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ മേജർ രണ്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്ലെയർ ട്രാൻസ്ഫേഴ്സും പ്ലെയർ സാലറിയും ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് പ്ലെയർ സാലറിയാണ്, പ്ലെയർ ട്രാൻസ്ഫേഴ്സ് അല്ല. ഇവിടെയാണ് ചെൽസി ഭയങ്കര സ്മാർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. പ്ലെയർ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് നമുക്ക് എടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മൾ ഈ സീസണിൽ ഓൾറെഡി ജെയ്മി ഗിഡൻസിന് 55 മില്യൺ, ജെയ്മി ഗിഡൻസിന് 48 മില്യൺ, ജോവോ പെഡ്രോന് 55 മില്യൺ, ഡെലാപ്പിന് 30 മില്യൺ. അപ്പൊ നമുക്ക് കാൽക്കുലേഷന് വേണ്ടി 50 പ്ലസ് 30 എടുക്കാം, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. 50 മില്യൺ 100 മില്യൺ പ്ലസ് ഡെലാപ്പിന് 30 മില്യൺ, 130 മില്യൺ ആയി. പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ UEFA റൂൾ പ്രകാരം ഈ 130 മില്യൺ നമ്മൾ ഒറ്റയടിക്ക് ചെലവായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ മേടിക്കുന്ന പൈസ ഒറ്റയടിക്ക് അക്കൗണ്ടിൽ കാണിക്കണ്ട. നമുക്ക് ആ പൈസ മാക്സിമം 5 വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇത് പുതിയ നിയമപ്രകാരമാണ്. മാക്സിമം 5 വർഷം വരെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അഥവാ കോൺട്രാക്ട് ലെങ്ത് അതിൽ താഴെയാണെങ്കിൽ ആ താഴെ വരെ.
ഇപ്പൊ നമ്മുടെ പ്ലേയേഴ്സിനെ എല്ലാവരും നമ്മൾ 25 വർഷത്തേക്ക് സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ആ 5 വർഷത്തേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ഈ 130 മില്യൺ നമ്മൾ 5 വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര 2 10 25 ആവില്ലല്ലോ, 130 മില്യൺ 130 16, അതായത് 16 മില്യൺ പൗണ്ട് ഒരു വർഷം നമ്മുടെ അക്കൗണ്ടിൽ ഈ വർഷം കാണിച്ചാൽ മതി. അപ്പൊ നമ്മുടെ 26 അല്ലെ, 130 എന്ന് പറയുമ്പോൾ 26 മില്യൺ ഈ വർഷം നമ്മുടെ റവന്യൂ കാണിച്ചാൽ മതി. അപ്പൊ അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് 26 മില്യൺ റവന്യൂ അല്ല, എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം നമ്മൾ മേടിച്ച പ്ലെയറിനെയാണ്. അപ്പൊ അത് നമ്മുടെ എക്സ്പെൻസിൽ നമ്മൾ കാണിക്കണം. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് 130 മില്യൺ കാണിക്കേണ്ട, 26 മില്യൺ കാണിച്ചാൽ മതി. പക്ഷേ തീർന്നിട്ടില്ല. നമ്മൾ ഇതേപോലെ തന്നെ ജാക്സനെ മേടിച്ചിട്ടുണ്ട്, നോണി മാഡോക്കിനെ മേടിച്ചിട്ടുണ്ട്, ഒമാരി കെല്ലിമനെ മേടിച്ചിട്ടുണ്ട്, കിന്നൻ ഡ്രൂസ്ബറി ഹോളിനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്ലേസിനെയും നമ്മൾ മേടിച്ചിട്ടുണ്ട്, ജോവാവ് ഫെലിക്സ്, എൻകുങ്കു, എല്ലാവരുടെയും കോസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ആഡ് വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ മുന്നേ മേടിച്ച കോസ്റ്റ് പ്ലേയേഴ്സിന്റെയും സ്പ്രെഡ് ചെയ്തെങ്കിലും അതും ആഡ് ആയിട്ട് വരും. പക്ഷെ നമുക്കൊരു ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻസോ ഫെർണാണ്ടസ്, കൈസെഡോ ഇവരെയൊക്കെ മേടിച്ചപ്പോൾ ഈ 5 വർഷത്തെ നിയമം ഉണ്ടായിരുന്നില്ല. ഇവരെയൊക്കെ മേടിക്കുമ്പോൾ അവരുടെ കോൺട്രാക്ട് ലെങ്ത് വരെ നമുക്ക് കോസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. അത് ഭയങ്കര സ്മാർട്ട് മൂവ് ആണ്. അവിടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻസോ ഫെർണാണ്ടസിനെ നമ്മൾ 100 മില്യൺ മേടിച്ചു, ഒരു വർഷം 12.5 മില്യൺ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അപ്പൊ ഈ 12.5 മില്യൺ അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ 4 വർഷത്തേക്ക് 12.5 മില്യൺ ഇൻറ്റു 4, അടുത്ത 4 വർഷത്തേക്ക് 12.5 മില്യൺ ഇൻറ്റു 4. അപ്പൊ ഒരു ഫൈനാൻഷ്യൽ പീരീഡ് FFP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പീരീഡിൽ നമ്മൾ 50 മില്യൺ, അടുത്ത പീരീഡിൽ 50 മില്യൺ. അപ്പൊ നമുക്ക് അവിടെ ഒരു ചെറിയൊരു എന്താ പറയണേ, ഒരു ഇളവ് കിട്ടി നമുക്ക് ഈ പറയുന്ന പോലെ ഫൈനാൻഷ്യൽ ഒന്ന് മാറ്റി കിട്ടാനായിട്ട്. അപ്പൊ അത് സ്മാർട്ട് മൂവ് ആയിരുന്നു. ആ സ്മാർട്ട് മൂവ് മറ്റേ പ്രീമിയർ ലീഗ് അടച്ചു മാറ്റി പറഞ്ഞു, ഇനി അത്രത്തോളം നിങ്ങൾക്ക് കോസ്റ്റ് ഒന്നും സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല, മാക്സിമം പോയാൽ നിങ്ങൾക്ക് 5 വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ അനുവാദമില്ല. അപ്പൊ നമുക്ക് ഇനി 5 വർഷമേ സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, 5 വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്താലും കുറെ പ്ലേയേഴ്സിന്റെ ഒക്കെ ഈ പറയുന്ന കോസ്റ്റ് അടുത്ത ഫൈനാൻഷ്യൽ ഫെയർ പ്ലേന്റെ സമയം കൊണ്ട് ഇൻക്ലൂഡഡ് ആവില്ല. അത് പിന്നെയും അതിന്റെ അടുത്ത ഫൈനാൻഷ്യൽ ഫെയർ പ്ലേന്റെ ടൈം പീരീഡിലേക്ക് സ്പ്രെഡ് ആവും. കാരണം 5 കൊല്ലം ഉണ്ടല്ലോ, നമ്മൾ ഈ കൊല്ലം സൈൻ ചെയ്യുന്നത് അടുത്ത 5 കൊല്ലം ആകുമ്പോഴത്തേക്കും 2028 എന്താണ് അടുത്ത ഫൈനാൻഷ്യൽ ഫെയർ പ്ലേന്റെ സാധനം ഇവർ ചെക്ക് ചെയ്യാൻ പോകുന്നത് UEFA. അപ്പൊ അതിന് ആകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ എമൗണ്ട് പിന്നെയും അങ്ങോട്ട് മുന്നോട്ട് നീക്കിപ്പോവും. അപ്പോൾ ദാറ്റ്സ് ഫൈൻ. അപ്പൊ നമുക്ക് കോസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. ഇത് എല്ലാ ക്ലബ്ബുകൾക്കും സ്പ്രെഡ് ചെയ്യാം. ഇത് ചെൽസിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പക്ഷെ ചെൽസി ലോങ് ടേം കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ അഡ്വാൻറ്റേജ് ഇല്ല. കാരണം മാക്സിമം നമുക്ക് 5 വർഷത്തേക്ക് കോസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാ ക്ലബ്ബുകൾക്കുള്ള സംഭവം തന്നെയാണ്. ഇതൊരു പുതിയൊരു നിയമമൊന്നുമല്ല. പക്ഷെ ഇത് മാത്രമല്ല, നമുക്ക് പ്ലെയർ സെയിൽസും ഉണ്ട്. ആൻഡ് വി ആർ വൺ ഓഫ് ദ ഹയസ്റ്റ് സെല്ലിംഗ് ക്ലബ്. നമ്മൾ ഒരുപാട് പ്ലെയേഴ്സിനെ വിൽക്കുന്നുണ്ട്. പ്രശ്നം നമുക്ക് ഒരുപാട് ഇൻകമിങ്ങും ഉണ്ട്. പക്ഷെ നമ്മൾ ആ വിൽക്കുമ്പോൾ ആ ഇൻകമിങ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് നമുക്ക് ഈ വരാൻ പോകുന്ന 2 സീസൺ വളരെ വളരെ ഇമ്പോർട്ടന്റ്. കാരണം നമുക്കിപ്പോൾ ഒരു ഓവർ ബ്ലോട്ടർ സ്ക്വാഡ് ഇപ്പോഴും ഉണ്ട്. ആ സ്ക്വാഡിനെ നമുക്ക് വിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ തന്നെ ആ പ്ലെയറിനെ വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ലാഭം നമുക്ക് അക്കൗണ്ടിൽ ബുക്ക് ചെയ്യാം. അപ്പൊ ഇതുവരെ ഉണ്ടായ പർച്ചേസുകളൊക്കെ നമുക്ക് ഇനി വിൽക്കാൻ തുടങ്ങാം. കാരണം നമ്മുടെ കോർ ടീം, നമുക്ക് ആവശ്യമുള്ള ടീമിനെ നമ്മൾ ഈ സമ്മറിലാണ് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജെയ്മി കിറ്റൻസ്, ജോവാവ് പെഡ്രോ, ലിയാം ഡെലാബ്, ഇനി വന്നു കഴിഞ്ഞാൽ ഒരു CB അല്ലെങ്കിൽ ഒരു LCB അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പർ, നമ്മൾ പെട്രോവിച്ചിനെ വിൽക്കാൻ പോകുന്നു. അപ്പൊ നമ്മുടെ സ്ക്വാഡ് ഏകദേശം ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത് ഈ സീസണിലാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് വിൽക്കണം. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഈ സമ്മർ ട്രാൻസ്ഫറും ജാനുവരി സമ്മർ ട്രാൻസ്ഫറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു 15 പ്ലേയേഴ്സിനെ വിറ്റാൽ തന്നെ ആ പ്ലെയറിനെ വിറ്റ കോസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കോപം പ്ലേയേഴ്സിനെ വിറ്റാൽ നമുക്കത് ഫുൾ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാം. ഇപ്പൊ ട്രെവർ ചാലബേനെ നമ്മൾ വിൽക്കുകയാണ് 35 മില്യൺ, ഫുൾ പ്രോഫിറ്റ്. കോണർ ഗാലറിന് 50 മില്യൺ വിറ്റു, ഫുൾ പ്രോഫിറ്റ്. മേസൺ മൗണ്ടിന് 55 മില്യൺ വിറ്റു, ഫുൾ പ്രോഫിറ്റ്. കോപം പ്ലേയേഴ്സ്, അക്കാഡമി പ്ലേയേഴ്സിനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രോഫിറ്റ് കാണിക്കാം. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ പ്ലേയേഴ്സിനെ വിൽക്കുന്നത് മാത്രമല്ല, ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിനെ വിറ്റ് കഴിഞ്ഞാൽ അതും നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് കാണിക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജും കൂടെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ പ്ലേയേഴ്സിനെ വിൽക്കണം. എളുപ്പമല്ല ഈ പറയുന്ന വിൽക്കുന്ന കേസ്. വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലോണിൽ കൊടുക്കാം. പക്ഷെ ലോണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഫീസേ കിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വരാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് പ്ലെയർ സെയിൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ഈ പറയുന്ന പോലെ നെറ്റ് സെയിൽസിൽ നിന്ന് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി നമ്മൾ പ്ലെയറിനെ മേടിക്കുന്നത് കുറവായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ. ഇനി വേറൊരു കാര്യം കൊണ്ട്, ആൻഡ് ഇവിടെയാണ് ഒരു പക്ഷേ മറ്റുള്ള ക്ലബ്ബുകളെക്കാട്ടിലും ഏറ്റവും സ്ട്രോങ് പൊസിഷൻ ചെൽസി ഉള്ളത്. ചെൽസിയുടെ സാലറി സ്ട്രക്ചർ. എല്ലാ പ്ലേയേഴ്സിനെയും നമ്മൾ ഇപ്പൊ സൈൻ ചെയ്യുന്ന ഒരു വെയ്റ്റ് സ്ട്രക്ചറിലാണ്. ഈ വെയ്റ്റ് സ്ട്രക്ചറിൽ നമ്മൾ കടുംപിടുത്തം പിടിക്കുന്നത് ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിൽ കൊള്ളാൻ വേണ്ടിയാണ്. കാരണം ഒരു ക്ലബിന്റെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് വേജ് ബില്ലാണ്. ആൻഡ് ചെൽസി ഈസ് ഓൾറെഡി അറ്റ് 4th ഹയസ്റ്റ് ഇൻ ടേംസ് ഓഫ് വേജ് ബിൽ. അപ്പൊ നമ്മൾ ആ വേജ് ബിൽ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു തുടങ്ങും. പക്ഷെ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്.
ആ പ്ലേയേഴ്സിനെ വിൽക്കണം, എന്നാലേ നമുക്ക് വേജ് ബില്ല് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഓൾറെഡി ഉള്ള ഓവർലോഡഡ് പ്ലേയേഴ്സിനെ വിറ്റ് കഴിഞ്ഞാൽ വിൽക്കുന്നതിന്റെ പ്രോഫിറ്റ് മാത്രമല്ലാണ്ട് അവരുടെ വേജ് ബില്ലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറയും. ആൻഡ് ദാറ്റ് വിൽ ബി മാസീവ്. ഉദാഹരണം റഹീം സ്റ്റെർലിംഗ് ആൻഡ് ബെൻ ചിൽവെൽ, ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 25 തൊട്ട് 30 മില്യൺ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാറി കിട്ടും. അപ്പൊ അവരെ വിൽക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജോആ ഫെലിക്സ്, എൻകുങ്കു, റെനാറ്റോ വേഗോ ഒന്നും ഹൈ വേജ് സാലറിയിലല്ല, ഡിസാസി ഒന്നും ഹൈ വേജിലല്ല. പക്ഷെ ഇവരൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ലാഭങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവരെ വിറ്റ് കഴിഞ്ഞാലും ഹൈ വേജ് ഇല്ലെങ്കിലും അവരുടെ സാലറി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറയുകയും ചെയ്യും. പോരാത്തതിന് നമ്മൾ മേടിച്ചിരിക്കുന്ന പുതിയ പ്ലേയേഴ്സ് എല്ലാം നമ്മുടെ വേജ് സ്ട്രക്ചറിൽ ഫിറ്റ് ആവുന്നതായതുകൊണ്ട് നമ്മുടെ വേജ് ബില്ല് സത്യം പറഞ്ഞാൽ കുറയും. അടുത്ത 4 വർഷത്തേക്ക് നമ്മുടെ വേജ് ബില്ല് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ടാവും ഇൻ ടോട്ടാലിറ്റി. അപ്പൊ ബാക്കി പ്ലേയേഴ്സിനെ നമ്മൾ ലോണി വിട്ട് കഴിഞ്ഞാൽ ആ വേജ് ബില്ല് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ട. കാരണം ലോണി വിട്ട് കഴിഞ്ഞാൽ ചെറിയ വിലക്കാണെന്നുണ്ടെങ്കിൽ ലോൺ മേടിക്കുന്ന ക്ലബ്ബ് അവർ സാലറി കൊടുക്കും. ഇപ്പൊ റഹീം സ്റ്റെർലിംഗിന്റെ കേസ് ആണെങ്കിൽ പകുതി ശമ്പളം നമ്മൾ തന്നെ കൊടുക്കേണ്ടി വന്നു, അത്രയ്ക്ക് ഹൈ വേജ് ആയതുകൊണ്ട്. പക്ഷെ പുതിയ പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ലോണി കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഗിയുവിനൊക്കെ നമ്മൾ ലോണി കൊടുത്താൽ ഇപ്സ്വിച്ച് പറയാൻ ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ സാലറി കൊടുത്തോളാം, കാരണം അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ലാത്തതായതുകൊണ്ട്. അപ്പോൾ ലോണി കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ പ്ലെയറുടെ സാലറി നമ്മുടെ മൊത്തത്തിലുള്ള വേജ് ബില്ലിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ സാലറി സ്ട്രക്ചർ അടുത്ത 4 വർഷത്തേക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ചെൽസി ഇത്രയ്ക്ക് കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മാസീവ്ലി നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഒരു 30% നമ്മുടെ ചെലവ് സേവ് ചെയ്യാൻ പോകുന്നത് ഈ സാലറി സ്ട്രക്ചറാണ്. പക്ഷെ നമ്മൾ പ്ലേയേഴ്സിനെ വിൽക്കണം. ഈ വരുന്ന 2 ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ വിറ്റേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. വി ഹാവ് ടു സെൽ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നൗ പ്ലെയർ സെയിൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇനിയുണ്ട് നമുക്ക് റവന്യൂ. ആൻഡ് അതിൽ 2 പവർഫുൾ റവന്യൂ ആണ് നമുക്ക് വരാൻ പോകുന്നത്. ഒന്ന് വേൾഡ് കപ്പ് സെമി ഫൈനൽ വരെ ക്വാളിഫൈ ചെയ്തതിന്റെ റവന്യൂ, ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തതിന്റെ. ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തതിന്റെ റവന്യൂ തന്നെ നമുക്ക് ഒരു 80 to 100 മില്യൺ നമുക്ക് കിട്ടും. ഇനി ഇത് പ്രോഗ്രസ് ചെയ്യും തോറും നമ്മുടെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് വേൾഡ് കപ്പിൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത് കളിക്കുന്നതിന്റെ റവന്യൂ ഇസ് മാസീവ്. അത് നമുക്കൊരു മാസീവ് ഇൻകം ആണ്. ഇത് രണ്ടും കൂടെ നമ്മുടെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്പോൺസർ ഫ്രണ്ട് ടീഷർട്ട്, നമ്മൾ എന്തുകൊണ്ടാണ് സ്പോൺസർഷിപ്പ് എടുക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമുക്ക് ആ സ്പോൺസർഷിപ്പും വന്നു കഴിഞ്ഞാൽ ഒരു 30-40 മില്യൺ, പ്രത്യേകിച്ച് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ആയതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി ഡിമാൻഡ് ചെയ്യാം. 30 to 50 മില്യൺ ഫ്രണ്ട്സ് ഷർട്ട് സ്പോൺസർ എടുക്കഴിഞ്ഞാൽ അതും ഒരു റവന്യൂ ആയി. അത് നമുക്ക് റവന്യൂ ആയിട്ട് കൂട്ടാം. പിന്നെ TV ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്, അതൊക്കെ വേറെ കാര്യങ്ങൾ. നമുക്ക് പക്ഷേ പണിയുള്ളത് നമ്മുടെ സ്റ്റേഡിയം റവന്യൂ ആണ്. നമ്മുടെ സ്റ്റേഡിയം റവന്യൂ ഇസ് നോട്ട് ഹൈ, കാരണം നമ്മുടെ സ്റ്റേഡിയം കപ്പാസിറ്റി ഇസ് നോട്ട് ഹൈ. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യണം. പക്ഷെ അത് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേഡിയം ബില്ല് പാസ് ആവണം, പുതിയൊരു സ്റ്റാൻഡ് വേണം, അതിന് നമ്മൾ ചെലവ് കാണിക്കണം, എക്സെട്ര എക്സെട്ര. അത് വേറൊരു കാൽക്കുലേഷൻ ആണ്. അപ്പൊ നമ്മുടെ നോർമൽ സ്റ്റേഡിയം റവന്യൂ ഇസ് നോട്ട് വെരി ഹൈ, അതിന് നമുക്ക് ഹ്യൂജ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് റവന്യൂ, TV ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്, ഫ്രണ്ട് ഷർട്ട് സ്പോൺസർഷിപ്പ്, ഈ പറയുന്ന പോലെ പ്ലെയറിന്റെ സാലറി, വേജ്, ഓവറോൾ ബില്ല് കുറയ്ക്കുക. പോരാത്തതിന് നമുക്കിപ്പോൾ ഉള്ള ഓവർലോഡഡ് പ്ലേയേഴ്സിനെയൊക്കെ നമ്മൾ കുറെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ ബൈ ഡിഫോൾട്ട് വി ഷുഡ് ക്വാളിഫൈ ഫോർ ദി FFP. അപ്പൊ നമ്മൾ ഓൾറെഡി ആ പ്രോസസ്സിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടായി മേടിച്ചു വെച്ച കുറെ പ്ലേയേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും, പിന്നെ റോമൻ അബ്രാമോവിച്ചിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു പർച്ചേസും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് വി നാച്ചുറലി ഡിൻ ക്വാളിഫൈ UEFA ലോ, പ്രീമിയർ ലീഗ് ലോ അല്ല, UEFA ലോ. പക്ഷെ ഇനി വരാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ആ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന 4 വർഷത്തിൽ നമ്മൾ ഇനിയും പ്ലെയറിനെ മേടിച്ചാൽ പോലും തലവേദനയില്ല. കാരണം അത് നമ്മൾ കോസ്റ്റ് സ്പ്രെഡ് ചെയ്യും. കുഡൂസിനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒരു ലെഫ്റ്റ് ബാക്കിനെ മേടിക്കുകയാണെങ്കിൽ നമുക്കത് കോസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ എന്തായാലും പ്ലേയേഴ്സിനെ നമ്മൾ വിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ പ്ലേയേഴ്സിനെ വിൽക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ അതും നമുക്ക് വരും. സോ നമ്മൾ ഓൾറെഡി ആ പാതയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ. ഹോപ്പ്ഫുള്ളി ഞാൻ ഓവറോൾ നിങ്ങൾക്ക് ഒരു കാര്യം കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. മെജോറിറ്റി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നമുക്ക് അടിച്ചിരിക്കുന്ന മൊത്തം ഫൈനലിൽ 27 മില്യൺ പൗണ്ട് ഫൈനാണ് നമ്മൾ ഇപ്പോൾ അടയ്ക്കേണ്ടത്. അതിൽ 52 മില്യൺ പൗണ്ട് കണ്ടീഷണൽ ആണ്. ഈ കണ്ടീഷൻ നമ്മൾ ഇനി അടുത്ത 4 വർഷത്തെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ മീറ്റ് ചെയ്തില്ലെങ്കിൽ, അത് മീറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലെയർ ട്രാൻസ്ഫേഴ്സും ആണ്, പ്ലെയർ സെയിൽസും ആണ്. പോരാത്തതിന് നമ്മുടെ ഓവറോൾ വേജ് ബില്ല് നമ്മൾ കുറയ്ക്കുക എന്നുള്ളത്. ആ വേജ് ബില്ല് കുറയ്ക്കുന്നതിന്റെ ഓൾറെഡി പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഇറ്റ് ഷുഡ്ന്റ് ബി എ വെരി വെരി ഡിഫിക്കൽട്ട് തിങ്. അതുകൊണ്ടാണ് ക്ലിയറിലേക്ക് വളരെ ചില്ലായിട്ടിരിക്കുന്നത്. ഫ്രഞ്ച് ടീഷർട്ട് സ്പോൺസർഷിപ്പും കിട്ടുന്നു, ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനും. We are looking on the path. Let's hope we continue on this journey. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing FSK from Chelsea Karan.